നമുക്കെപ്പോഴും ആശയക്കുഴപ്പമുള്ള ഒരു വസ്തുതയാണ് പേവിഷബാധ. അപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികൾ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ നമ്മൾ ഓമനിച്ചാലും, അതുപോലെ പൂച്ച, മറ്റു ജീവികളെയൊക്കെ നമ്മളെ കുട്ടികൾ ഓമനിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ പോയിരിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് അമ്മമാർക്കാണെങ്കിൽ എപ്പോഴും ടെൻഷൻ ഉള്ളത്. പൂച്ചയെ പിടിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതിനെ കളിപ്പിക്കുന്നതിനും അത് പൂച്ചയ്ക്ക് നമ്മൾ ബോളിൽ കൊടുക്കുമ്പോൾ തട്ടി കളിക്കുന്നത് കാണുന്നതിനും, കുഞ്ഞു പട്ടി നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ അതിനെ ഓമനിക്കുന്നതിനും ഒക്കെ നമ്മുടെ മക്കൾ എപ്പോഴും താല്പര്യം കാണിക്കുമ്പോൾ വഴിവക്കത്ത് കാണുന്ന പട്ടിയെയും പൂച്ചയൊക്കെ കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മമാരാണ് ആദ്യം ഓടിച്ചു കൊണ്ടുവരുന്നത്. വീട്ടിൽ വളർത്തുന്നത് പറ്റുന്നില്ല, ഇതെവിടെയാണ്, തെരുവ് പട്ടിയാണെങ്കിൽ പെട്ടെന്ന് കളഞ്ഞിട്ട് വന്ന് നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്കെല്ലാം ഈ മൃഗങ്ങളെ വളർത്തുന്നതിനും ആട്ടിൻകുട്ടിയായാലും പശുക്കുട്ടിയായാലും വളർത്തി ഓമനിപ്പിക്കുന്നതിനും നമ്മുടെ മക്കൾക്കെല്ലാം ഇൻട്രസ്റ്റ് ഉള്ള ഈ ഒരു കാലത്തിൽ തെരുവ് നായ്ക്കൾ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള പട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നതായി കാണാം. അത് വയസ്സായി നമ്മുടെ വീട്ടിൽ വളർത്തി അതിന്റെ പ്രായം കഴിയുമ്പോൾ ഇന്ന് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കുന്നത് പോലെയാണ് നമ്മുടെ പട്ടികളെയെല്ലാം നമ്മൾ വീട്ടിൽ വളർത്തി അതിനെ കുറയ്ക്കുന്നതിനും അതിന്റെ ശക്തിയൊക്കെ കുറഞ്ഞെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അഴിച്ച് പുറത്തേക്ക് വിടുകയും പട്ടികൾ തെരുവിലേക്ക് ഇറങ്ങി അവർക്ക് ഭക്ഷണം കിട്ടാത്ത സമയമാകുമ്പോൾ പട്ടികൾക്ക് അടികൂടുകയും വഴിയെ പോകുന്ന കുട്ടികളെ കടിക്കുകയും വാർദ്ധക്യത്തിൻ്റെ മാതാപിതാക്കളെ കടിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതിൽ തന്നെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ തെരുവ് നായ്ക്കളെ പിടിച്ച് വാക്സിൻ കൊടുത്ത് അവർക്ക് പേവിഷബാധ വരാതിരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഈ സെമിനാറിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അത് വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനായി ബഹുമാനമുള്ള വെള്ളാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരെ ക്ഷണിച്ചു.